ഹായ് ഓൾ, ഇത് തിരുവോണ ദിവസം രാവിലെ 6 മണിയാണ്. ഞാൻ രാവിലെ തന്നെ എണീറ്റ് ചെല്ലുമ്പോഴേക്കും അമ്മ വിളക്കൊക്കെ കത്തിച്ച് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴ പെയ്ത ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. രാത്രി നല്ല മഴയായിരുന്നെന്ന് തോന്നുന്നു. ഞാനപ്പോൾ പൂക്കളം ഇട്ടാൽ മഴ പെയ്ത് അതൊക്കെ ഒലിച്ചു പോകുമോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയായിരുന്നു ആദ്യം. ഇവിടെയായിട്ടാണ് ഞാൻ പൂക്കളം ഇടാൻ ഉദ്ദേശിച്ചിരുന്നത്. മഴ പെയ്തതുകൊണ്ട് മുറ്റമൊക്കെ കഴുകിയ പോലെയുണ്ട്. അതുകൊണ്ട് എനിക്കിനി വലിയ പണിയൊന്നുമില്ല, ഡയറക്റ്റ് പൂ ഇട്ടാൽ മതി. അപ്പോൾ അതിനു മുൻപായിട്ട് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ ചെന്നപ്പോഴേക്കും ബ്ലാക്കി അവിടെ കിടപ്പുണ്ട്. അവൻ ഈ സമയത്ത് എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് പുള്ളി കുറച്ച് സർപ്രൈസ്ഡ് ആയിരുന്നു. ഇവളെന്താ നേരത്തെ എണീറ്റ് വന്നേ എന്നൊക്കെ ചിന്തിച്ച് കാണും. പിന്നെ എന്നെ കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ ചാടി എൻ്റെ ദേഹത്തൊക്കെ കയറുമായിരുന്നു. അവനെ കളിപ്പിച്ച് നിൽക്കാൻ എനിക്ക് ടൈമില്ല. അതുകൊണ്ട് ഞാൻ വേഗം ബ്രഷ് ചെയ്തിട്ട് കുളിക്കാനായിട്ട് പോയി. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇട്ടു. ഇനി പൂക്കളം ഇടാനുള്ള പരിപാടിയാണ്. ഞാൻ തലേന്ന് തന്നെ പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു. ഞാൻ അങ്ങനെ ഡിസൈൻ ഒന്നും നോക്കി വെച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പാറ്റേണിൽ പൂക്കളം ഇടാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തു. മഴയൊക്കെ ആയതുകൊണ്ട് ഇത്തവണ ഞാൻ ചെറിയൊരു പൂക്കളാണ് സെറ്റ് ചെയ്തത്. ഇനി എങ്ങാനും മഴ പെയ്താൽ ഞാനിട്ട പൂക്കളം ഒലിച്ചു പോയാൽ അതെനിക്ക് സങ്കടമാകും. അത്രയും എഫേർട്ട് ഇട്ടിട്ട് അത് പോയല്ലോ എന്നോർത്ത്. അതുകൊണ്ടൊരു ചെറിയ പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൂക്കളം കംപ്ലീറ്റ് ആക്കി. ഇനി കുറച്ച് പൂക്കൾ മിച്ചം വന്നായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഉരുളിയിൽ വെള്ളം നിറച്ച് അതിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡിയാകുവാണ്. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത്തപ്പൂവൊക്കെ ഇട്ട് വന്നപ്പോൾ നല്ല ലേറ്റായി. ഇപ്പോൾ നല്ല വെയിലും വന്നു. ഇനി വെയിലത്ത് പോകാനേ വഴിയുള്ളൂ. ഞാൻ ഈ ഒരു സൽവാർ സെറ്റാണ് ഇടുന്നത്. ഓണത്തിന് പുതിയ ഡ്രസ്സ് ഇടണമെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇതത്ര പുതിയതൊന്നും അല്ല. ഞാൻ മുൻപ് ഒരു തവണ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഇടുന്നത്. അങ്ങനെ നോക്കിയാൽ പുതിയത് തന്നെയാണ്. പിന്നെ ഞാൻ മുല്ലപ്പൂ ഒക്കെ വാങ്ങി വെച്ചിരുന്നു. എനിക്കിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ മുല്ലപ്പൂ വെച്ച് നടക്കാൻ വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ റെഡിയായി അമ്പലത്തിലേക്ക് ഇറങ്ങി. ഇവിടെ അടുത്തുള്ള അമ്പലമാണ്. അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ വേഗം തൊഴുതിട്ട് ഇറങ്ങി. ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പൂക്കിപ്പെണ്ണ് എന്നെ വെയിറ്റ് ചെയ്ത് പൂക്കളത്തിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നെ ഓണം വിഷ് അറിയിക്കാനായിട്ട് വന്നതായിരിക്കും. ഞാൻ പിന്നെ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ തന്നെ ആകെ ടയേർഡായി. വെയിലത്തൊക്കെ നടന്നിട്ട് ദോശ കഴിച്ചപ്പോൾ ആണൊന്ന് ഉഷാറായത്. സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ അമ്മ ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട്. ഇന്ന് പായസം എൻ്റെ വക പ്രിപ്പറേഷനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുക്കർ പാൽ പായസമാണ് ഞാൻ വെക്കുന്നത്.
അതിനു വേണ്ടി ഉണക്കലരി കഴുകി കുക്കറിലേക്ക് ഇട്ടു. പിന്നെ പഞ്ചസാരയും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ശേഷം അതിലേക്ക് ചൂട് പാലൊഴിച്ച് തിളപ്പിക്കണം. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തായിരുന്നു ഒരു ടേസ്റ്റിന്. ഫ്ലേവറിന് വേണ്ടി ഏലക്കയൊക്കെ ഇടാറുണ്ട്. എനിക്ക് പക്ഷേ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ പായസം സക്സസ്ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ബാക്കി ചോറും കറികളും ഒക്കെ റെഡിയാണ്. ഇനി ഇലയൊക്കെ വിരിച്ച് സദ്യ വിളമ്പി തുടങ്ങാം. വീട്ടിൽ മുതിർന്നവരെയാണ് ആദ്യം ഇരുത്തിയത്. അതിനുശേഷമാണ് ഞാനും അമ്മയും ഒക്കെ ഇരുന്നത്. പിന്നെ ഞാൻ പൂക്കിക്കും ഇലയിൽ കുറച്ച് ചോറും പായസവും ഒക്കെ കൂടെ കുഴച്ച് കൊടുത്തു. പായസം ആൾക്ക് ഇഷ്ടമായതുകൊണ്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ബ്ലാക്കിക്കും അങ്ങനെ തന്നെ കൊടുത്തു. പക്ഷെ അവൻ അത്ര അങ്ങോട്ട് പിടിച്ചില്ല. എൻ്റെ പൊന്നു ചേച്ചി, എനിക്കെന്തിനാ ഈ ചോറും പായസവും ഒക്കെ, വല്ല പെഡിഗ്രിയും തന്നാൽ പോരായിരുന്നോ എന്ന രീതിയിലൊരു നോട്ടമൊക്കെ നോക്കി അവൻ. അവസാനം ഞാൻ സദ്യ കഴിക്കാനിരുന്നു. ചോറും പരിപ്പും പപ്പടവും സാമ്പാറും ഒക്കെ കൂട്ടി അടിപൊളി സദ്യ കഴിച്ചു. ബോളിയും പാൽപ്പായസവും ഒന്നും ഇല്ലാതെ എൻ്റെ സദ്യ കംപ്ലീറ്റ് ആകില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മയുടെ തറവാട്ടിലേക്ക് പോകുവാണ്. ഞാൻ ബിഗ് ബോസ് എപ്പിസോഡൊക്കെ കണ്ടാണ് പോകുന്നത്. അപ്പോൾ തറവാട്ടിലെത്തി. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നത് ഇവിടെയായിരുന്നു. ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. ഇപ്പോൾ അതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കുറേ റീൽസിൽ ഈ ഒരു ചെടി കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പൂവിൽ ഇങ്ങനെ സ്ക്വീസ് ചെയ്താൽ സോപ്പ് വെള്ളം പോലെ ഒരു ലിക്വിഡ് വരും. പണ്ടൊക്കെ ഇത് തലയിൽ തേക്കുന്ന ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് കയ്യിൽ സോപ്പ് വെള്ളം പോലെ ആകുന്നുണ്ട്. ഇങ്ങനെ നല്ലൊരു മണവും ഉണ്ട് ഇതിന്. വൈകുന്നേരങ്ങളിൽ നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. നല്ല കാറ്റും ഒക്കെയാണ്. ഞാൻ തെരളിയില പറിക്കാനായിട്ട് മരം തപ്പി നടക്കുവാണ്. ഇതാണ് ആ മരം. കറുവപ്പട്ടയുടെ മരം പോലെയാണ്. ഇതിൻ്റെ ഇലയ്ക്ക് നല്ലൊരു മണമുണ്ട്. ഇത് വെച്ചിട്ട് അടയുണ്ടാക്കും. എനിക്കത് വലിയ ഇഷ്ടമാണ്. തെരളിയപ്പം എന്ന് പറയും. അപ്പോൾ അതിനു വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ കുറേ ഇലയൊക്കെ പറിച്ചു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഈ വർഷത്തെ ഓണം. വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഓണമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഓണം വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ്പ് ഓൺ സപ്പോർട്ടിങ്. ബൈ ബൈ.